ഷോഡശ സംസ്കാരം എന്നറിയപ്പെടുന്ന 16 സംസ്കാര കർമ്മങ്ങൾ ഭാരതീയരുടെ മാത്രം സവിശേഷതയാണ്. ഇതിൽ ഗർഭകാലത്ത് ചെയ്യുന്ന ക്രിയയാണ് പുംസവനം. ഈ പുംസവന ക്രിയയിൽ ആലിനൊരു പ്രധാന സ്ഥാനമുണ്ട്. ഒരുപക്ഷെ അമ്മയുടെ ശരീരത്തെ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ബാധിക്കാതെ സംരക്ഷിക്കുന്നതിനായിരിക്കാം ആലിൻ മുട്ട് ഈ ക്രിയയിൽ ഉപയോഗിക്കുന്നത്. ഷോഡശ സംസ്കാര ക്രിയകളിൽ മാത്രമല്ല, ഗ്രഹശാന്തി, ധാന്വന്തര ഹോമം, മൃത്യുഞ്ജയ ഹോമം, ശാന്തി ഹോമം തുടങ്ങിയ വൈദിക, താന്ത്രിക, മാന്ത്രിക കർമ്മങ്ങളിൽ നാൽപ്പാമരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണ സമൂഹത്തിൽ മാത്രം നടന്നുവരുന്ന ഷോഡശ സംസ്കാര കർമ്മങ്ങൾ അനുകരണയോഗ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സീമന്തം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനും പ്രസവാനന്തര കർമ്മങ്ങളിലൂടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യന് ഈ ഔഷധവീര്യം പകർന്നു കിട്ടുന്നു. 4-ാം മാസത്തിലും 7-ാം മാസത്തിലാണ് അതിൻ്റെ വിധി. 7-ാം മാസത്തിൽ ഗർഭശിശുവിനുള്ളതായ പോഷകാംശം നൽകലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഉദ്ദേശം. പല ഊർജങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അത്തി. നാൽപ്പാമരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു വൃക്ഷമാണ് അത്തിവൃക്ഷം. ഷോഡശ സംസ്കാരത്തിൽ പലതിനെയും അത്തിക്ക് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഗർഭശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഉള്ളതായ ഒരു പ്രധാന ഔഷധ വീര്യമാണ് അത്തിക്കായ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം. ശിരസിൽ ചൂടുമ്പോൾ മസ്തിഷ്കത്തിൽ കൂടി അതിൻ്റെ പോഷകാംശവും ഔഷധ വീര്യവും ആ ഗർഭശിശുവിന് കിട്ടും. കേദാരൈവ കുല്യയാണ് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നത്. ഓരോ ഔഷധ വീര്യവും ഗർഭശിശുവിന് ഒരു കൃഷിസ്ഥലത്ത് വെള്ളം വലിച്ചെടുക്കും പോലെ ഗർഭശിശു അമ്മയുടെ ആ ദിനേരിയകളെ കൊണ്ട് അതിന് വളരാനുള്ളതായ ഒരു പ്രധാന ഘടകമാണ്. അരയാൽ എന്ന വൃക്ഷത്തിൻ്റെ തൊലിയാണ് നാൽപ്പാമര എന്ന ഔഷധക്കൂട്ടിന് വേണ്ടിയിട്ട് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അരയാൽ മാത്രമല്ല, അത്തി, ഇത്തിയാൽ എന്നിവയുടെ തൊലിയും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചില അസുഖങ്ങൾക്ക് ഈ വൃക്ഷങ്ങളുടെ തൊലി മാത്രമല്ല, കായും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തിപ്പഴം വേവിച്ച് കഴിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞുണ്ടാകുന്ന ആൻജൈന പെക്ടോറിസ് എന്ന അവസ്ഥ മാറുവാൻ സഹായിക്കും. ആത്യമരത്തിൻ്റെ കടക്കൽ മുറിവുണ്ടാക്കി അതിൽ നിന്നും വാർന്നു വരുന്ന നീര് ശുദ്ധജലം ചേർത്ത് നിത്യേന കുടിച്ചാൽ പ്രമേഹക്കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. അത്തിപ്പഴം കഴിച്ചാൽ കുട്ടികളിലെ മലബന്ധം മാറും. അത്തിമരത്തൊലി, ഇല ഇവയിട്ട് വെന്ത വെള്ളം പുലുക്കുടിഞ്ഞാൽ മോണപഴുപ്പ് മാറും. പിത്തം വർദ്ധിച്ചിട്ട് അതിസാരമുണ്ടാകുന്ന അവസ്ഥയിൽ, പൈത്തികമായിട്ടുള്ള അതിസാരത്തിൽ കൂടെ അതിസരിക്കുന്നതുകൊണ്ട് ഗുദം ഭ്രംശമുണ്ടാകുകയും അതുപോലെ ഗുദത്തിന് വ്രണമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയിൽ നാം ഈ അത്തിത്തൊലി വെച്ചുള്ള ഒരു പ്രയോഗം നടത്തുന്നു. അത്തിത്തൊലി കഷായം വെച്ച് അരിച്ചെടുത്ത് അതിൽ ശർക്കരയും പഞ്ചസാരയും ചേർത്ത് ശീത കഷായമാക്കി ഗുദക്ഷാളനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നാൽപ്പാമരവും കല്ലാലും പൊടിച്ച് ആ വ്രണമുള്ളിടത്ത് വിതറുന്നതുകൊണ്ട് ആ വേദനയും നീറ്റലും പുകച്ചിലും ശമിക്കുന്നു. പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഊർദ്ധക രക്തപിത്തം, അഥവാ മൂക്കിലൂടെയും വായിലൂടെയും എല്ലാം രക്തം പോകുന്ന അവസ്ഥ. അതുപോലെ അധോക രക്തപിത്തം, അധോമാർഗേണയുള്ള ഗുദമാർഗേണയെല്ലാം രക്തം സ്രവിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഈ രോഗാവസ്ഥയിൽ നാൽപ്പാമരം വളരെയധികം ഉപയുക്തമായിട്ടുള്ളൊരു ഔഷധ പ്രയോഗമുണ്ട്. നാൽപ്പാമരം തന്നെ കഴുകി ചതച്ച് നാൽപ്പാമരത്തിൻ്റെ മുട്ട് എടുത്ത് അതും ചതച്ചിട്ട് ഒരു രാത്രിയും പകലും വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് ശീത കഷായം ഉണ്ടാക്കുകയും ആ കഷായം ചേർത്ത് നെയ്യ് ചേർത്ത് കാച്ചി എരിച്ചെടുക്കുക. ഈ നെയ്യ് സേവിക്കുന്നതുകൊണ്ട് ഈ പ്രകാരം പറഞ്ഞ ഊർദ്ധക അധോക രക്തപിത്തങ്ങൾ ശമിക്കുന്നതായിട്ട് കാണാം. സ്ത്രീകൾക്ക് മുഖ്യാസുഖങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് അതാണല്ലോ ആർത്തവം അതിനെ പെട്ടതാണല്ലോ. നാൽപ്പാമരം കഷായം വെച്ച് കൊടുക്കാറുണ്ട്. നാൽപ്പാമരം കൊണ്ട് ധാര ചെയ്യാറുണ്ട്. കഷായം കൊണ്ട് ധാര ചെയ്യാറുണ്ട്. നാൽപ്പാമരം എണ്ണ കാച്ചിട്ട് അതുകൊണ്ട് അവിടെ അഭ്യംഗം ചെയ്യാറുണ്ട്. അതുകൊണ്ട് വസ്തി ചെയ്യാറുണ്ട്.
യങ്ക്രോധാദി ഗണം, നാൽപ്പാമലാദി ചൂർണം, നാൽപ്പാമലാദി എണ്ണ, നാൽപ്പാമലാദി കഷായം തുടങ്ങി നിരവധി ഔഷധക്കൂട്ടുകൾ വിവിധ രോഗങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നു. രക്തദുഷ്ടി മാറാനും ചർമ്മരോഗങ്ങൾ അഥവാ തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ മാറാനുമാണ് നാൽപ്പാമരമടങ്ങിയ ഔഷധങ്ങൾ പ്രധാനമായി നിർദ്ദേശിക്കപ്പെടുന്നത്. ചർമ്മരോഗങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നതുകൊണ്ട് ഇതൊരു സൗന്ദര്യ സംരക്ഷണ ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നു. ഇവയുടെ തൊലിയും കറയുമാണ് പ്രധാനമായും ഔഷധങ്ങളുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നാൽപ്പാമലാദി എണ്ണ നിത്യേന തേച്ചു കുളിക്കുന്നതിലൂടെ ചർമ്മത്തിൻ്റെ സ്നിഗ്ധതയും നിറവും കാത്തുസൂക്ഷിക്കുവാൻ കഴിയും. ഈ 4 കൂട്ടത്തിലും തോലിനാണ് പ്രാധാന്യം. തോല് നാൽപ്പാമരത്തൊലി എന്നാണ് പറയുന്നത്. അത്തി ഇത്തി അരയാൽ പേരാൽ. പക്ഷേ ചിലതിൽ ഈ പേരാലിൻ്റെ മുട്ടൊക്കെ ചേർന്നിട്ടുള്ള പല പ്രയോഗങ്ങളും പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനും, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് മുഖത്തെയാണ്. മുഖസൗന്ദര്യത്തിന്, സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നമ്മൾ നൽകുന്നുണ്ട്. മുഖത്തൊരു ചുളിവ് വീഴുന്ന പോലും നമുക്കാർക്കും സഹിക്കില്ല. സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് നാൽപ്പാമരം. സൗന്ദര്യവർദ്ധക യോഗങ്ങളിൽ പേരാൽമുട്ടിൻ്റെ പ്രയോഗങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലും? പേരാൽമുട്ട് സൗന്ദര്യവർദ്ധനം ആയിട്ടുള്ളത് അതിൽ പറയുന്നതാണ്. അത് എന്ത് കാരണത്താലാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് ആ ചോദ്യം നമുക്കില്ല. അതായത് ശാസ്ത്രത്തിൽ പറയുന്നത് ചെയ്യാം. പക്ഷെ ഒരു യുക്തി പറയാനുള്ളത് ഈ പിത്താധികമായിട്ടുള്ള വികാരങ്ങളെ ശമിപ്പിക്കുന്നതാണ്, തൊലിക്ക് മാർദ്ദവമുണ്ടാക്കുന്നതാണ്, തൊലിക്ക് നിറം വരുത്തുന്നതാണ്. ഇതാണ് ഈ മുഖകാന്തിയിൽ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരിക. അത് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അത് വളരെയധികം പ്രസക്തമാണ്. പുരുഷന്മാർക്ക് ഈ തരത്തിലുള്ള ലേപങ്ങളോ അല്ലെങ്കിൽ അഭ്യംഗങ്ങളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പറയുന്നില്ല. എന്നാൽ ഒന്നുണ്ട്, മുഖദൂഷിക, മുഖക്കുരു എന്നുള്ള രോഗം പുരുഷന്മാർക്ക് വന്നേക്കാം. അവർക്ക് ചില മരുന്ന് പറയുന്നുണ്ട്. അത് ഈ പേരാലിൻ്റെ മുട്ടോ മഞ്ഞളോ അല്ല, അതല്ലാതെ കൊണ്ട് ചില മരുന്നുകളാണ് അവർക്ക് പറയുന്നത്. സ്ത്രീകൾക്ക് പേരാലിൻ്റെ മുട്ട്, മഞ്ഞൾ ഇതൊക്കെ വളരെയധികം ഫലപ്രദമാണ്. തേച്ച് കുളിച്ചാൽ അത് കുറയും. പക്ഷെ നാൽപ്പാമരാതിയിൽ അത് മാത്രമല്ലല്ലോ, അതിലിപ്പോൾ വളരെ കുറച്ച് ചെറിയ അംശമേ മഞ്ഞളുള്ളൂ. മറ്റ് വേറെ പല മരുന്നുകളുണ്ട്. ത്രിഫല, ചന്ദനം, ചീമക്കുട്ടം, ചുവള്ളിക്കുടി, കച്ചൂരിക്കിഴങ്ങ്, ഇതൊക്കെ അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ചെറിയ ഒരു അംശം മഞ്ഞളുണ്ടെങ്കിലും അതിൻ്റെ ദോഷം അത്ര അധികം ശോഭിക്കില്ല. എന്നാലും നിവൃത്തിയില്ലാത്ത കേസിൽ മാത്രമേ ഞാൻ നാൽപ്പാമരാതി നിശ്ചയിക്കാറുള്ളൂ. ശക്തിയായുള്ള ചുറച്ചിലും ഒരു പുകച്ചിലും അങ്ങനെയൊക്കെ ഉള്ളതിൽ മാത്രമേ ഞാൻ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ തൈലോ പറയാറുള്ളൂ.